അറിയട്ടെ എന്നല്ലേ പറഞ്ഞത്, ജാതി സെൻസസ് നടത്താൻ. അല്ല, ജാതി അതാണ് ഒരു ചോദ്യം. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഫോർത്തിന്റെ ആർട്ടിക്കിളിലെ കണക്ക് ഞാൻ കണ്ടതാണ്. ഒരു നിമിഷം, വളരെ ദീർഘമായിട്ട് സംസാരിച്ചല്ലോ. ബ്രാഹ്മണൻ തലയാണ്, രാജാവ് ബാഹുക്കളും, വൈശ്യൻ ഊരുക്കളും, ശൂദ്രൻ പാദങ്ങളും. ഏത് പുസ്തകത്തിലാണെന്നറിയോ? വിചാരധാര, പേജ് 44. ഹിന്ദു ഒന്നാണോ? ഹിന്ദു ഒന്നാണെന്നുള്ളത് എന്റെ അഭിപ്രായമാണ്, അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ എം വി ഗോവിന്ദന്റെ അഭിപ്രായം പറയാനല്ല ഞാൻ ഹിന്ദു ഒന്നാണ്. സുജയ പരിവാർ എന്നല്ല, സുജയുടെ പരിവാർ ചിലപ്പോൾ സംഘമായിരിക്കും, സുജയുടെ പരിവാർ ചിലപ്പോൾ സംഘമായിരിക്കും. എന്തായാലും എം വി ഗോവിന്ദൻ പരിവാർ അല്ല ഞാൻ. നിങ്ങൾ നോക്കൂ, സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ടോ എന്നാണ് ചോദ്യം. ആ വിചാരധാര സംഘപരിവാറിന്റെ രാഷ്ട്രീയധാരയാണ് വിചാരധാര. ആ വിചാരധാരയിലെ 44-ാമത്തെ പേജിലെ ഒരു ശ്ലോകമാണ് ഞാൻ ഉദ്ധരിച്ചത്. അതിന്റെ അർത്ഥം താങ്കൾ പറയും. സംഘം എന്നത് സ്വധർമ്മം എന്നും പറയുന്നുണ്ട്. സ്വധർമ്മം ആചരിക്കുന്ന എല്ലാവരും സംഘം എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി വേണമെങ്കിലും പറയാം. അതൊക്കെയാണ് സംഘപരിവാറിന്റെ വിചാരധാര. അപ്പൊ വിചാരധാര സംഘപരിവാറിന്റെ എന്താ? ഞാൻ ചോദിക്കട്ടെ, വിചാരധാര വിചാരധാരയിലെ വാചകം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് വരും? അല്ല, വേണ്ട. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ വാചകം എടുത്ത് വിചാരധാര ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. വിചാരധാര അങ്ങനെയാണെങ്കിൽ അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എടുത്ത് നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ ന്യായീകരിച്ചോളൂ. വിചാരധാര എടുത്ത് സംഘപരിവാറിനെ ന്യായീകരിക്കും. എനിക്ക് എന്തായാലും മതം വെച്ച്, വിചാരധാര വെച്ച്, അങ്ങനെ ഓരോന്നും എടുത്ത് ഹെജിമണി വെച്ച് അങ്ങനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ പറയുന്നത് സംഘപരിവാറിന് കീഴ്പ്പെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യവും വെള്ളാപ്പള്ളിക്കില്ല എന്ന് മാത്രമല്ല, സംഘപരിവാർ ആരെയും കീഴ്പ്പെടുത്തുന്ന ഒരു ശക്തിയോ അങ്ങനെയുള്ള രീതിയോമല്ല. അടിമത്ത സ്വഭാവമുള്ള തോന്നും. ഞാൻ ഈ വിഷയത്തിലൂന്നിയാണ് സംസാരിക്കുന്നത്. ജാതി സെൻസസിനെ ഞാൻ അനുകൂലിക്കുന്നുണ്ട്. പിന്നെ താങ്കൾ ഞാൻ ജാതി വേണ്ട എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി എല്ലാവരിലേക്കും അത് വിഭജിച്ച് കിട്ടുന്ന രീതിയിലാണ് അത് ഉറപ്പാക്കേണ്ടത്. ജാതി മാത്രമല്ല, സാമ്പത്തിക സെൻസസ് നടത്തണം. സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്നത് എന്ത് അവസ്ഥയാണ്? രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടോ? ഉണ്ടല്ലോ. എന്താണ് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്? രാഷ്ട്രീയമായ അവസ്ഥയാണ്. അധികാരസ്ഥാനം, അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകുന്നവർക്ക് അങ്ങനെ തോന്നും. അങ്ങനെ ഒരു രാഷ്ട്രീയ എന്താണ് താങ്കൾ ഈ ബ്യൂറോക്രസിയിലുള്ള നിങ്ങളുടെ സ്ഥാനം, നിങ്ങൾക്ക് രാഷ്ട്രീയ വിഭവങ്ങളിലുള്ള സ്ഥാനം, നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ അധീശത്വത്തിലുള്ള സ്ഥാനം, ഇതെല്ലാം രാഷ്ട്രീയ വിഭവങ്ങൾ കൂടിയാണ്. മതാടിസ്ഥാനത്തിൽ വേണമെന്നാണ്. പാടില്ല. മതവും ജാതിയും രണ്ടാണ്. അതും മനസ്സിലാക്കൂ ദേവി. ഇത് ഞാൻ പറഞ്ഞത് ജാതിയെ കുറിച്ച് പറഞ്ഞതാരാണ്? ഹിന്ദുവിൽ തന്നെ ജാതി സംവരണം അല്ലെങ്കിൽ ജാതി സെൻസസ് വേണം എന്ന നിലപാട് താങ്കൾക്കുണ്ടോ? തവണ പറഞ്ഞു കഴിഞ്ഞില്ല. പക്ഷെ താങ്കൾ തന്നെ പറയുന്നു ജാതി അടിസ്ഥാനത്തിൽ അത് പാടില്ല. സെൻസസ് നടപ്പാക്കുന്നതിന് ഞാനും എതിരല്ല, ഈ രാജ്യവും എതിരല്ല, ഈ രാജ്യത്ത് അല്ല. അവിടെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ച ആശയം. ഇന്ത്യ മുന്നണിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്കത് മറ്റൊരു ചർച്ചയിലാകാം. മാത്രമേ ഉള്ളൂ. താങ്കൾ പറയുന്നതിലെ വൈരുദ്ധ്യം കാട്ടിക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഒന്നുകിൽ താങ്കൾക്ക് അത് അംഗീകരിക്കാം, അതല്ലെങ്കിൽ താങ്കൾക്ക് ഡിഫെൻഡ് ചെയ്യാം. അത് താങ്കളുടെ ഇഷ്ടം. വിട്ടോളൂ. സംഘപരിവാറിന്റെ ഞാൻ തയ്യാറല്ല. എന്താണ് കുബുദ്ധിക്ക്, അതായത് വിഷയം മാറ്റി കൊണ്ടുപോകുന്ന സാംസ്കാരികമാണ്. വിചാരധാര സംഘപരിവാറിന്റെ പുസ്തകമാണ്. ആ സംഘപരിവാറിന്റെ പുസ്തകത്തിൽ ഹിന്ദുവിനെ വെള്ളാപ്പള്ളി നടേശൻ വിചാരധാര അനുകൂലിക്കണം, അംഗീകരിക്കണം, വിചാരധാരയ്ക്ക് കീഴ്പ്പെടണം, വിചാരധാര ആയിരിക്കണം അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് ദൈവദശകമായിരിക്കും അദ്ദേഹത്തിന് മുന്നിൽ എടുത്തു വെക്കുമെന്നല്ല, ദൈവദശകമല്ല, അനുകമ്പാദശകവും ആത്മോപദേശകവും ദൈവദശകവും ഒക്കെ തന്നെ ആയിരിക്കണം. SNDP പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എനിക്ക് സംഘപരിവാറിനോട് വിദ്വേഷമൊന്നുമില്ല, എനിക്ക് നാസിസത്തോട് വിദ്വേഷമൊന്നുമില്ല, എനിക്ക് രാഷ്ട്രീയമായി വിയോജിപ്പേ ഉള്ളൂ. ആരോടും വിദ്വേഷം. രാഷ്ട്രീയ സംഘടനയല്ല, രാഷ്ട്രീയ വിയോജിപ്പുണ്ടാവാൻ തീർച്ചയായിട്ടും ഉണ്ടാവണം. സംഘപരിവാർ ഒരു രാഷ്ട്രീയ ആശയമാണ് എന്നെ സംബന്ധിച്ച്. അത് താങ്കളുടെ മാത്രം എന്റെ ആശയമാണ്. അതൊരു രാഷ്ട്രീയ ആശയമാണ്. ആ രാഷ്ട്രീയ ആശയത്തിന്റെ രാഷ്ട്രീയ രൂപമാണ് BJP. അതാണ് എന്റെ നിലപാട്. Meet the editors.